Dear students, DBMS ലാബിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ട്രിഗറിൻ്റെ ആഫ്റ്റർ ഡിലീറ്റിൻ്റെ ഒരു എക്സാമ്പിളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായിട്ട് പ്രൊസീജിയർ ടു ഇൻസേർട്ട് എ റെക്കോർഡ് ഇൻ ദ എംപ്ലോയി ഓഡിറ്റ് ടേബിൾ whenever an employee is deleted from the employee table. അതായത് എംപ്ലോയി ടേബിളിൽ നിന്ന് ഒരു എംപ്ലോയിയെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ റെക്കോർഡ് EMP ഓഡിറ്റ് എന്നുള്ള ടേബിളിലേക്ക് ഇൻസേർട്ട് ആവണം. ഓക്കെ, അതായത് എംപ്ലോയി ടേബിളിൽ നിന്ന് ഒരു എംപ്ലോയിയെ ഡിലീറ്റ് ചെയ്യുന്നു. ആ ഡിലീറ്റ് ചെയ്ത റെക്കോർഡ് EMP ഓഡിറ്റ് എന്നുള്ള ടേബിളിലേക്ക് ഇൻസേർട്ട് ആവണം. ഓക്കെ, അതിനായിട്ട് ഞാൻ എംപ്ലോയി ടേബിൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നു. എംപ്ലോയി ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ എംപ്ലോയീസ് എന്നുള്ള ടേബിളാണ്. അതിൽ EMP ID, EMP നെയിം, ഡെസിഗ്നേഷൻ, DEPT ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് എന്നുള്ള, പ്രസൻറ്റ് സാലറി, ഇത്രയും ഫീൽഡാണ് അതിലുള്ളത്. ഓക്കെ, അതിലേക്ക് കുറച്ച് വാല്യൂ ഞാൻ ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, സെലക്ട് സ്റ്റാർട്ട് ഫ്രം എംപ്ലോയീസ്. അതിൽ ഒരു 4 rows ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പ്രസൻറ്റ് സാലറീസ് എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് ടേബിളിലേക്കാണ് പോവേണ്ടത്, അത് എംപ്ലോയി ഓഡിറ്റ് ടേബിളാണ്, അതും കൂടി ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ക്രിയേറ്റ് ടേബിൾ എംപ്ലോയി ഓഡിറ്റ് ടേബിൾ, അതിലെന്തൊക്കെയാണ് ഫീൽഡ് ഉള്ളത് നോക്കാം. EMP ഓഡിറ്റ്, ആ ടേബിളിൽ EID എംപ്ലോയി ID ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീൽഡാണ് EID. ഓക്കെ, റിസീവ്ഡ് ഡേറ്റ്, ഏത് ഡേറ്റിലാണ് റിസീവ് ചെയ്തത്, സിസ്റ്റം ഡേറ്റ് വേണമെങ്കിൽ അത് കൊടുക്കാം. ഓക്കെ, ഡേറ്റ് എന്നുള്ള ഡാറ്റ ടൈപ്പാണ്. പ്രസൻറ്റ് സാലറി, ഓക്കെ, ഇതിൻ്റെ പ്രസൻറ്റ് സാലറി എത്രയാണ്, അത്രയും ഡീറ്റെയിൽസ് ആവശ്യമുള്ള ഫീൽഡ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് എംപ്ലോയി ഓഡിറ്റ് ടേബിളിൽ. ഓക്കെ, ഇനി നമുക്ക് ആദ്യം ഒരു പ്രൊസീജിയർ എഴുതാം. പ്രൊസീജിയർ എഴുതുന്നത് ടേബിളിൽ നിന്നൊരു വാല്യൂ റിമൂവ് ചെയ്യാൻ, ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊസീജിയറാണ്. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തല്ലോ, അതേപോലെ. ഓക്കെ, അതിൽ ഞാൻ ചെയ്യുന്നത് ഓൾറെഡി ഒരു പ്രൊസീജിയർ നെയിം ഉണ്ടോ എന്നുള്ളത് അതിനെ ഡ്രോപ്പ് ചെയ്യാനായി കൊടുത്തു. ഞാനിവിടെ പ്രൊസീജിയർ നെയിം കൊടുത്ത് EMPS1 എന്നാണ്. അത് ഓൾറെഡി ഉണ്ടെങ്കിൽ ഡ്രോപ്പ് പ്രൊസീജിയർ EMPS1, അത് ഓൾറെഡി ഉണ്ടായിരുന്നു, അത് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഡീലിമിറ്റർ കൊടുത്തു. നോർമലി ക്രിയേറ്റ് പ്രൊസീജിയർ EMPS1, അതിനുള്ളിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യാനുള്ള വാല്യൂ ആണ് N എന്നുള്ളത്. ID നമ്മൾ ഈ എംപ്ലോയി ID ആണ് ഇൻപുട്ട് ചെയ്യുന്നത്, അത് ഇൻറ്റിജറായി കൊടുത്തു. ബിഗിൻ ഡിലീറ്റ്, നേരത്തെ നമ്മൾ അപ്ഡേറ്റ് എക്സാമ്പിൾ ചെയ്തല്ലോ, അതേപോലെ തന്നെ അത് ഇതിൽ ഡിലീറ്റ് ഫ്രം എംപ്ലോയീസ് വേർ EMP ID ഈക്വൽ ടു, എംപ്ലോയി ടേബിളിലെ EMP ID ഈക്വൽ ടു ID, നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ID എന്നുള്ള വേരിയബിൾ. ഓക്കെ, എൻഡ്. അപ്പം ഈ പ്രൊസീജിയറിൽ ഇത്രയും മതി. ഓക്കെ, ഇത് ഡിലീറ്റ് ചെയ്യാനുള്ള കുറയാണ്. നമ്മൾ ഏത് ഏത് റോ ആണോ ഡിലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ എംപ്ലോയി ID മാത്രം കൊടുത്താൽ മതി. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത് ഈ പ്രൊസീജിയർ കൊണ്ട്. ഇനി ഞാൻ ട്രിഗർ റൺ ചെയ്യുന്നു. ട്രിഗറിൽ നമ്മൾ എംപ്ലോയി ഓഡിറ്റ് ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യാനാണ്. ആഫ്റ്റർ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത്, ഓക്കെ, ഇത് ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ ടേബിളിലേക്ക് പോകണം. അതിനാണ് ഈ കുറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒന്ന് നോക്കാം എന്തെല്ലാമാണ് വന്നിരിക്കുന്നത്. ഡ്രോപ്പ് ട്രിഗർ if exist DELS എന്നാണ് ഈ ട്രിഗറിൻ്റെ പേര്. ഇത് ആൾറെഡി ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനാണ്. ഇത് ആൾറെഡി ഉള്ളതായിട്ടാണ് കാണുന്നത്, അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡ്രോപ്പ് ട്രിഗർ if exist DELS എന്നുള്ള ഒരു ട്രിഗർ ഓൾറെഡി ഉണ്ടായിരുന്നു.
അത് ഡ്രോപ്പ് ചെയ്തു. ഡീലിമിറ്റർ ക്രിയേറ്റ് ട്രിഗർ DELs എന്നുള്ള ട്രിഗർ ക്രിയേറ്റ് ചെയ്യുന്നു ആഫ്റ്റർ ഡിലീറ്റ്. ഓക്കെ, ഓൺ എംപ്ലോയീസ് ടേബിൾ ഫോർ ഈച്ച് റോ ബിഗിൻ. ഓക്കെ, ആഫ്റ്റർ ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് എംപ്ലോയി ടേബിളിൽ എന്ത് സംഭവിക്കണം എന്നുള്ളത് ബിഗിൻ്റെ ഉള്ളിൽ എഴുതണം. ഇൻസേർട്ട് ഇൻ ടു EMP ഓഡിറ്റ് എന്നുള്ള ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യണം വാല്യൂസ് old.empid എന്നുള്ളത് നമ്മുടെ EMPID ഏതാണോ ഡിലീറ്റ് ചെയ്തത് ആ EMPID. ഓക്കെ, നൗ എന്നുള്ളത് ഉദ്ദേശിച്ചത് സിസ്റ്റം ഡേറ്റ് എടുക്കും. ഓക്കെ, old.present salary അതിലുള്ള സാലറി ഓൾഡ് സാലറി അത് എംപ്ലോയി ഓഡിറ്റ് എന്നുള്ള ടേബിളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അത്രയുമാണ് ഈ ട്രിഗറിൽ ഉദ്ദേശിക്കുന്നത്. എൻഡ് ചെയ്തു, കുറേ ഓക്കെ ആയിട്ടുണ്ട്, ഡീലിമിറ്റർ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനി ഇത് റൺ ചെയ്യണമെങ്കിൽ പ്രൊസീജിയർ കോൾ ചെയ്യണം. EMPS1 എന്നാണ് പ്രൊസീജിയർ നെയിം അല്ലേ. ഇവിടെ നോക്കൂ, EMPS1 ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ ID കൊടുക്കണം. അതിനായിട്ട് നമുക്ക് സെലക്ട് സ്റ്റാർട്ട് ഫ്രം എംപ്ലോയീസ് എന്നുള്ള ടേബിൾ എടുത്താലാണ് ഏത് ID ആണ് കൊടുക്കേണ്ടത് എന്നറിയുള്ളൂ. ഓക്കെ, EMPS1 ബ്രാക്കറ്റിനുള്ളിൽ ഞാൻ ലാസ്റ്റ് വൺ കൊടുക്കാം 204 എന്നുള്ള എംപ്ലോയി ID ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ഇപ്പോൾ കോൾ ഓക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ ആ പ്രൊസീജിയർ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ആ പ്രൊസീജിയറിൽ ഡിലീറ്റ് ചെയ്യാനാണ് കൊടുത്തത്. അപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ് എന്ന് കൊടുത്താൽ റോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പൽ, പോളിടെക്നിക് ഈ റോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കേണ്ടത് സെലക്ട് സ്റ്റാർ ഫ്രം നമ്മുടെ ടേബിൾ EMP ഓഡിറ്റ് എന്നുള്ള ടേബിളിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത ആ റോയിലെ EMPID. ഓക്കെ, നൗ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സിസ്റ്റം ഡേറ്റ് എടുക്കും. അത് YYYDD എന്നുള്ള ഫോമാറ്റിലാണ് വരിക. ഓക്കെ, ഇത് പ്രസൻറ്റ് സാലറി. ആ പ്രസൻറ്റ് സാലറി ഇത്രയും ഇൻഫർമേഷനാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനിയും നമ്മൾ ജസ്റ്റ് ഇത് കോൾ ചെയ്താൽ അടുത്ത ഒരു 203 കൊടുത്താൽ കോൾ ചെയ്തു. ഇനി സെലക്ട് സ്റ്റാർട്ട് ഫ്രം എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ ആ റോ പോയിട്ടുണ്ടാവും. ഇനി നമ്മുടെ എംപ്ലോയി ഓഡിറ്റിലേക്ക് നോക്കിയാൽ ആ റോ അവിടെ ഇൻസേർട്ട് ആയിട്ടുണ്ട്. അപ്പം ഇത്രയുമാണ് നമുക്ക് ഈ ആഫ്റ്റർ ഡിലീറ്റിനെ പറ്റി ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാനുള്ളത്. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് ട്രിഗറിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി വരാം. ബൈ.